ബാലു ബാലുവേ ഉടിയായി മാല പെണ്ണ് അവനെന്തിനിവിടെ വന്നത് നിനക്കവരെ അറിയാമോ? നിനക്കവരെ അറിയാമോ? എനിക്കിങ്ങനെ അറിയാം. പിന്നെ അതിന് എന്റെ ഒപ്പം വന്നവര് ഒരാര് ഓർത്തു നോക്ക്. എനിക്കറിയില്ല. ഓർത്തു നോക്ക്. നീ അവന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പാറ്റിയല്ലേ? അപ്പൊ നിനക്ക് കാര്യങ്ങളെല്ലാം അറിഞ്ഞൂടെ? എടീ ദുഷ്ടേ, പട്ടുസാരി കൊടുത്ത് മുല്ലപ്പൂവും വെച്ച് മരുമോളെ സ്വീകരിക്കാൻ വേണ്ടി അണിച്ചൊരുക്കി നിൽക്കാനല്ലേടി? എടി ആരാധി വിളിയ നിലവിളക്കവിടെ എടി നിലവിളക്കെടുത്തോണ്ട് പാടി എന്റെ മണ്ടാക്കി പോടാ പോടാ പോടാ. എനിക്കൊന്നും അറിയില്ല ബാലു. എന്തിനാ അവനിങ്ങനെ ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല. വിളിയടി വിളി എല്ലാരും വിളിയടി, വിളിച്ച് കൂട്ട്, സദ്യ കൊടുക്കാം നമുക്ക്, സദ്യ വിളി. എടേ നീ പറഞ്ഞില്ലേടി നീ അവന്റെ കല്യാണം നടത്തുമെന്നു, ഭാര്യ ഇരുന്ന് കരയുമെന്നു. ഞാൻ കരയണടി, ഞാൻ കരയുന്നില്ല. ഇതാണല്ലേ പറഞ്ഞത് അവരെന്തോ കുറവുണ്ടെന്ന്. കൊല്ലും ഞാൻ വീട് ഞാൻ കത്തിച്ചളയും, എന്നെ വഞ്ചിച്ചടി അല്ലേ? എന്തോന്ന് വെച്ചാ പ്രശ്നം ഉണ്ടാക്കല, പേടിയാവുന്ന വെച്ചാ കള്ളായി പെരും കള്ളായി കാട്ടുകള്ളായി. അവൻ ശരിയല്ല, അവനെ ഞാൻ നോക്കും. എടാ വിട്ടി, എടാ നീ എന്നോടാ ഞാൻ പോരാമോ മോനെ, നീ എന്റെ കുടുംബത്തിന്റെ പണിയാണെന്ന് വിചാരിച്ചെടാ. നീ ആരടാ? നിനക്ക് ഇവിടെ എന്തിനാ കാര്യം? ഇറങ്ങടാ. എടാ ഇതാരായിക്കോട്ടെ, ഇറങ്ങടാ വിളിയിൽ, ഇറങ്ങാ വിളിയിൽ വെക്കാൻ മുമ്പേന്ന് പോ. ഞാൻ പറയണൊന്ന് കേക്ക്. ഇതെന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യയുടെ സംസാരിക്കുന്നത് നീ ആടാ? ആടാ ഇറങ്ങടാ. അങ്കിളെ അങ്കിള് ഭ്രാന്താണോ? അതേടി നീ ഭ്രാന്താണ്. നീലുമ്മ നീലുമ്മ കൊള്ളാം, നീലുവിന്റെ മരുമോള് കൊള്ളാം. വിളിച്ചോട്ടാ ബാലുച്ച, ഇത് നാട്ടിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമൊന്നുമില്ല, ഇത്ര ഓവർ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് കൊച്ചിന് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇറങ്ങി പോകാൻ പറ. എനിക്കും ബാലുച്ചനോട് സംസാരിക്കാൻ താല്പര്യമില്ല. നീലമ്മേ, ഞങ്ങളിത് വേണമെന്ന് വിചാരിച്ച് ചെയ്തൊന്നുമല്ല. ഞാൻ വിഷ്ണുവിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞു. എന്റെ വീട്ടിൽ കുറച്ച് കലപില ഉണ്ടായി, അത് എന്താന്ന് പറയാൻ ഇപ്പൊ താല്പര്യപ്പെടുന്നില്ല. നീലമ്മയ്ക്കൊന്നും പറയില്ലേ? നീലമ്മ പറയമ്മ, ഇവിടെ നാൺകോയ്മയാ. ഇങ്ങനെയാണെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇഷ്ടവാ, വി വിൽ ഗോ സംവെയർ എൽസ്. എവിടെ പോണെന്ന് ഞങ്ങൾ ആലോചിക്കണം കേട്ടോ. നീ വാ വിഷ്ണു, നിന്റെ അച്ഛൻ അസുഖം ഭേദമായിട്ട് നിങ്ങൾ തിരിച്ചു വരാം. എവിടെന്ന് കിട്ടിയടാ അതിനെ? വിളിച്ചിട്ട് ഇറങ്ങാ പോരാ. വിഷ്ണു നീ വരുന്നുണ്ടോ? അമ്മ, ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണെന്ന് സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ. അമ്മ പറ, ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോണോ വേണ്ടോ? അമ്മ പറഞ്ഞാൽ ഉറപ്പായിട്ട് ഇവിടുന്ന് പോവാ. അമ്മ പറ. പട്ടിന്ന് പറയടി. ആ അമ്മ സമ്മതിച്ചു. വിഷ്ണു എന്റെ റൂം ഏതാ? ലാസ്റ്റ് വൺ. ബാലുച്ച മാറ് മാറേ. എന്റെ കുടുംബം തകർന്നു.
എന്തിനാണ് പേടിച്ചിരിക്കുന്നേ? പേടിയല്ലെന്ന് എന്തോ അമ്മയും അച്ഛന്റെ മുഖമൊക്കെ ആലോചിക്കുമ്പോഴേ ആ മൊത്തം ഇരുട്ട് കയറി വരുന്നു. എടി നിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞല്ലേ, ഇത് കാരണമാണ് ആദ്യമേ പറഞ്ഞത് എന്റെ വീട്ടുകാരെ കൊണ്ട് നിന്റെ വീട്ടുകാരെ കൊണ്ട് സംസാരിപ്പിക്കാന്ന്. ഡിസ്കസ് ചെയ്തല്ലേ എന്ത് എന്റെ വീട്ടുകാരെ കൊണ്ട് നിന്റെ വീട്ടുകാരെ സംസാരിപ്പിക്കണ്ടെന്ന്? ആണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യില്ലെന്ന്. നിന്റെ വീട്ടുകാർ പറഞ്ഞ വലിയ പണക്കാരില്ലേ, തല ഗ്യാപ്പ് ഉണ്ട്, അത് കുഴപ്പമാ. ആ ബെസ്റ്റ്. നിന്റെ വീട്ടുകാരെങ്ങാണ്ട് എന്റെ വീട്ടിൽ പ്രപ്പോസൽ കൊണ്ടങ്ങോട്ട് വന്നിരുന്നെങ്കിലേ നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കത്തോലുമില്ല. എന്നെ വല്ല UK ലോ US ലോ പാഴ്സൽ അയച്ചേനെ. നീ എങ്ങനെയാണ് ഇത്രയും കൂളായിട്ട് ഇരിക്കണത്? എടി നിന്റെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കൂലേ? ഉറപ്പായിട്ടും ഉണ്ടാക്കും. കേസ് കൊടുക്കൂലേ? പിന്നെ കൊടുക്കൂലേ? വിഷ്ണുവിനെന്താ പേടിയുണ്ടോ? ഉണ്ട്. എന്റെ പൊന്നമ്മ അവസാനിച്ചമ്മ, എന്റെ അഹങ്കാരമല്ല അവസാനിച്ച്. അമ്മ നമ്മളെ മുടിയിൽ ഒരു പെണ്ണ് കൊണ്ടുപോയമ്മ. അവളിന്ന് അവനുമായിട്ട് നമ്മളെ വീട്ടിൽ കയറി വന്നേക്കുന്നു. അപ്പൊ കരയല്ലേ? അപ്പൊ ധൈര്യം ഇട്ടില്ലേ അമ്മ? അപ്പൊ കരയല്ലേ? അച്ഛനെ കൊടുക്കണ്ട, കൊടുക്കല്ലേ? എനിക്ക് വിഷമൊന്നുമില്ല. അമ്മ വിഷമിക്കുന്നത് വേണ്ട. എന്നാലും പോയല്ലോ, ചിന്തിക്കാൻ പോലെ പോയി. അമ്മ ബാക്കി ഇല്ല, ഞാൻ കരയൂല. ഫോൺ വെക്കല്ലേ? എനിക്ക് സംസാരിക്കണം ബാലു. അവൻ കല്യാണം കഴിച്ചില്ലല്ലോ, അത് ഇങ്ങനെയാണോ കല്യാണം കഴിക്കേണ്ടത്? അവനിങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ പോരായിരുന്ന, നമ്മൾ നടത്തി കൊടുക്കൂലായിരുന്ന? ഇപ്പൊ ഞാൻ അച്ഛനോടും അമ്മയോടും എന്തെന്ന് പറയാന്? എല്ലാം നടത്തി കൊടുത്ത് വീട്ടിലും പിടിച്ച് കയറ്റി ഭൂമി കയറ്റി കഥ കൊടുത്തു. എന്ത് നാടകം കരുതി? അല്ല, അനാവശ്യം പറയരുത് കേട്ടാ. ഞാൻ ലോകത്ത് ആരും വിശ്വസിച്ചിട്ടില്ല, പക്ഷെ അവനെ ഞാൻ വിശ്വസിച്ചതാ. എന്നിട്ട് അവന് എന്റെ അടുത്ത് കടിച്ചത് എന്താ? ഇനി ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ലോകത്ത് തന്നെ പോവും. പറഞ്ഞില്ലെന്ന് വേണ്ട. നിങ്ങൾ പറയണ പോലെ അല്ല, ഞാൻ പോകുന്ന വെച്ചാ പോവും. അതെ, അത് നിങ്ങൾ തമ്മിലൊന്ന് നിർത്തുവോ? എന്നാ ഞാൻ ഒരു കാര്യം പറയാം. ഇത് പഴയ കാലമൊന്നുമല്ല. ചേട്ടൻ ഇപ്പൊ എന്താ ചെയ്തേ? ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്നു, അത്രയല്ലേ ഉള്ളൂ. അതങ്ങ് അക്സെപ്റ്റ് ചെയ്യ്. ഇതിപ്പോ നാട്ടുകാരെ കണ്ടല്ലോ, നിങ്ങളെ കുറ്റം പറയത്തുള്ളൂ. ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടാ. ഇപ്പൊ ഉദാഹരണത്തിന് പണ്ട് അമ്മയെ അച്ഛനെ കെട്ടിച്ചെന്നില്ലായിരുന്നെങ്കിൽ അച്ഛനമ്മയെ വിളിച്ചിറക്കൊണ്ട് വരത്തില്ലായിരുന്നോ? ആലോചിച്ചു കൊള്ളായിരുന്നല്ലേ? അതുപോലെയാണോ ഇത്? ഞങ്ങള് മാന്യായിട്ട് വീട്ടുകാരെ നടത്തി തന്നതാ. ഇവനാ അങ്ങനെയാണോ ചെയ്തത്? അവരങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞൂടായിരുന്നോ? പറഞ്ഞാൽ നമ്മൾ നടത്തി കൊടുക്കൂലായിരുന്നാ? ഇതിപ്പോ സത്യം എന്തായാലും ഉൾക്കൊണ്ടല്ലേ പറ്റുള്ളൂ. അതന്നെ, നടന്നു ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അവര് പറയല് കാര്യമുണ്ട്. മാറ് മക്കളെ, പാടാ ഒന്ന് പിടിച്ചെണീപ്പിക്ക്. അതെ, ചേട്ടന്റെ കൂടെ നിന്ന് അവന് വേണ്ടി സംസാരിക്കരുത്.